നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറില്ലേ, നമ്മുടെ പഴയ ചില ശീലങ്ങളൊക്കെ വെറും ആചാരങ്ങൾ മാത്രമാണോ എന്ന്? അതോ അതിനു പിന്നിൽ വല്ല ശാസ്ത്രീയ വശവും ഉണ്ടാകുമോ? അങ്ങനെ ഒരു കാര്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്, അതിന്റെ ഗുണങ്ങളെപ്പറ്റി. അപ്പോ എന്താണ് ഈ വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നതിന് ഇത്ര പ്രത്യേകത? ഇതിന്റെ ശരിക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല അല്ലേ, പ്രത്യേകിച്ച് നമ്മൾ ദക്ഷിണേന്ത്യക്കാർക്ക്. പിന്നെ അസം പോലുള്ള സ്ഥലങ്ങളിലും തലമുറകളായിട്ട് ആളുകൾ ഇത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെറും ആചാരം എന്നതിനേക്കാൾ നമ്മുടെയൊക്കെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ ഇതിനെ നമ്മൾ വെറുതെ വലിച്ചെറിയാൻ പറ്റുന്ന ഒരു പ്ലേറ്റായിട്ട് മാത്രം കാണരുത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ ആൾക്കാർക്ക് പ്രകൃതിയെക്കുറിച്ച് എത്രത്തോളം അറിയാമായിരുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണിത്. വെറുമൊരു ശീലമല്ല, മറിച്ച് എന്തിനാണിത് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യത്തോടെയുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഈ ഒരു രീതിയുടെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, അത് നമ്മുടെ ഫുഡ് എക്സ്പീരിയൻസിനെ മൊത്തത്തിൽ മാറ്റുമെന്നുള്ളതാണ്. അതായത് വാഴയിലയിൽ കഴിക്കുമ്പോൾ നമ്മുടെ സെൻസസിനെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നറിയാമോ? സംഭവം സിമ്പിളാണ്. നമ്മൾ നല്ല ചൂടുള്ള ചോറോ കറിയോ ഇലയിലേക്ക് വിളമ്പില്ലേ, അപ്പോ ഇലയുടെ മുകളിൽ ഒരു മെഴുകുപോലത്തൊരു കോട്ടിങ്ങുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ഉരുകും. ഈ സമയത്തെ ഇലയിൽ നിന്ന് നല്ലൊരു മണം വരും, ഒരു പ്രത്യേക ഫ്ലേവറും ഭക്ഷണത്തിന് കിട്ടും. ഈ മണം നേരെ നമ്മൾ ബ്രെയിനിലെത്തും. അപ്പത്തന്നെ വായിൽ വെള്ളൂറാൻ തുടങ്ങും. അതായത് ഉമിനീരും ദഹനത്തിനുള്ള ദ്രാവകങ്ങളുമൊക്കെ ശരീരം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാലേ, നമ്മളൊരു വായ കഴിക്കുന്നതിന് മുൻപ് തന്നെ ഡൈജഷനുള്ള തയ്യാറെടുപ്പ് ശരീരം തുടങ്ങിയിട്ടുണ്ടാകും. ഓക്കേ, അപ്പോൾ ഈ രുചിയുടെയും മണത്തിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് ചിന്തിക്കാം. ഈ ഇലയുടെ ഉള്ളിൽ എന്താണ് ഇത്ര പ്രത്യേകതയുള്ളത്? അതിന്റെ ഉത്തരം പോളിഫിനോൾസ് എന്ന് പറയുന്ന ചില സംയുക്തങ്ങളിലാണ്. എന്താണ് ഈ പോളിഫിനോൾസ് എന്ന് ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? സിമ്പിളായി പറഞ്ഞാൽ, ചെടികളിലും പഴങ്ങളിലുമൊക്കെ കാണുന്ന നാച്ചുറൽ ആന്റി ഓക്സിഡന്റുകളാണിവ. ഈ ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഫ്രീ റാഡിക്കലുകളെ നേരിടാൻ സഹായിക്കും. അപ്പോ കാര്യത്തിന്റെ രസം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ വാഴയിലയിൽ ഈ പോളിഫിനോൾസ് ധാരാളമുണ്ട്. അതിൽ തന്നെ EGCG എന്ന് പറയുന്ന, അതായത് എപ്പിഗാലോകാറ്റച്ചിൻ ഗാലറ്റ് എന്നൊരു ശക്തമായ ആന്റി ഓക്സിഡന്റും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടുള്ള ഭക്ഷണം ഇലയിൽ വെക്കുമ്പോൾ ഇലയിലുള്ള ഈ നല്ല സംയുക്തങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലേക്ക് കലരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊരു വെറും പറച്ചിലല്ല. വാഴയിലയുടെ എക്സ്ട്രാക്റ്റില് ഫിനോളിക്, ഫ്ലേവനോയിഡ്സ് പോലെയുള്ള നല്ല സംയുക്തങ്ങൾ ഉണ്ടെന്ന് സയന്റിഫിക് സ്റ്റഡീസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വെറുമൊരു വിശ്വാസം എന്നതിനപ്പുറം ഇതിന് ശാസ്ത്രീയമായൊരു അടിത്തറയുണ്ടെന്ന് സാരം. ശരി, അപ്പോൾ ഈ കെമിക്കൽസൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെയാണ് നല്ലതാവുന്നത്? നമുക്ക് നോക്കാം. ഒന്നാമതായി, നമ്മൾ നേരത്തെ പറഞ്ഞ പോളിഫെനോൾസ്, അത് ആന്റി ഓക്സിഡന്റുകളായതുകൊണ്ട് ശരീരത്തിന് നല്ലതാണ്. പിന്നെ ഈ EGCG എന്ന സംയുക്തത്തിന് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് കുറയ്ക്കാൻ കഴിവുണ്ടെന്ന് പറയുന്നു. ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെയുള്ള കെമിക്കൽസിനെ പറ്റി നമുക്ക് പേടി വേണ്ട. ഇത് തികച്ചും പ്രകൃതിദത്തവും വൃത്തിയുള്ളതുമായ ഒരു ഓപ്ഷനാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇലയിൽ നിന്ന് എത്രമാത്രം അളവിൽ ഈ സംയുക്തങ്ങൾ ഭക്ഷണത്തിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഗുണം ചെയ്യും എന്നതിനെക്കുറിച്ച് ഇനിയും വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് ഇതൊരു മരുന്നാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് കൂടുതൽ പഠനങ്ങൾ വേണ്ടിവരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വാഴയില എന്ന് പറയുന്നത് വെറുമൊരു പാത്രമല്ല. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതെ, വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു സാധാരണ ശീലമല്ല. അതിലെ നമ്മുടെ സംസ്കാരമുണ്ട്. ഭക്ഷണത്തിന് പ്രത്യേക രുചിയും മണവും തരുന്ന ഒരുതരം സയൻസ് ഉണ്ട്. പിന്നെ ഇലയുടെ ഉള്ളിലുള്ള കെമിസ്ട്രിയുടെ ഗുണങ്ങളും ഉണ്ട്. ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു ഒന്നൊന്നര അനുഭവമാണത്. പാരമ്പര്യവും ശാസ്ത്രവും കൈകോർത്തു പോകുന്നതിന്റെ ഒരു സൂപ്പർ ഉദാഹരണമാണിത്, അല്ലേ? ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, അല്ലേ? ഇതുപോലെ സയൻസിന്റെ ഒരു പിൻബലമുള്ള വേറെ എന്തൊക്കെ പഴയകാല ശീലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകും? ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മുടെ പൂർവികർ ശീലിച്ച പല കാര്യങ്ങളിലും ഇനിയും നമ്മൾ തിരിച്ചറിയാത്ത ഒരുപാട് വലിയ അറിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്?